മനുഷ്യരെ ജാതിമതത്തിന്റെ പേരിൽ വേർതിരിച്ച് കാണുന്ന ഒരു കാലഘട്ടത്താണ് നമ്മളൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം ഒരു സമുദായക്കാരെ ഒരു ക്ഷേത്രകുളത്തിൽ ഇറങ്ങിയതിന്റെ പേരിൽ അവിടെ ശുദ്ധീകരണം നടത്താൻ ആളുകൾ തുനിഞ്ഞിറങ്ങിയത്. ഞാൻ ഈയിടയ്ക്ക് വായിച്ച ഓട എന്ന പുസ്തകത്തിൽ മേറെക്കുറെ അതേപോലെ ഒരു കഥയുണ്ട്. ക്ഷേത്ര ദർശനം നിഷേധിക്കപ്പെട്ട ഒരു കൂട്ടുകാരുടെ ഒരു കുട്ടി അറിയാതെ ഒരു അമ്പലത്തിൽ കയറി പോവുകയാണ്. ആ കുട്ടിയും ആ ക്ഷേത്രകുളത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. അറിയാതെ ക്ഷേത്രത്തിൽ കയറിപ്പോയി കുട്ടിയെ കണ്ട നാട്ടുകാര് അത് അപ്പൊ തന്നെ നാടുവാഴി അറിയിക്കുകയും ചെയ്തു. കലി കയറിയ നാടുവാഴി ആ കുട്ടിയെ പിടിച്ചു വന്ന് കളപ്പുരയിൽ അടയിക്കാൻ ഉത്തരവിടുകയും ചെയ്തു. താൻ ചെയ്ത തെറ്റെന്തെന്ന് പോലും അറിയാതെ ചുറ്റുമുള്ളവരെ നോക്കി നിന്ന കുട്ടിയെ 3 ദിവസം പട്ടിണിക്കിടയിൽ തല്ലിച്ചതയ്ക്കുകയാണ് ഉണ്ടായത്. 3 ദിവസം കഴിഞ്ഞും ആ കുട്ടി മരിക്കാത്തതിന്റെ പേരിൽ കലി കയറിയ നാടുവാഴി ആ കളപ്പുരയ്ക്ക് തീയിടാൻ ഉത്തരവിട്ടു. അങ്ങനെ തീയിട്ട കളപ്പുര 1000 അസ്ഥികൾ ഒരുമിച്ച് കത്തുന്നത് പോലെയാണ് കത്തിയെരിഞ്ഞത്. അത് കണ്ട നാട്ടുകാരും നാടുവാഴിയും ഭയന്നു. അങ്ങനെ കത്തി അമരുന്ന കളപ്പുരയിൽ നിന്ന് ആ ചെറുക്കൻ ചോരയേൽക്കുന്ന ശരീരത്തോടെ ഇടത് കയ്യിൽ ഒരു തീപ്പന്തവും പിടിച്ച് പുറത്തേക്ക് വരികയാണ് ഉണ്ടായത്. ചെറുക്കനെ കണ്ട നാട്ടുകാരും നാടുവാഴിയും ഭയന്നു. ആ ഭയന്ന നാടുവാഴി ചെറുക്കന്റെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞു. അങ്ങനെ ക്ഷേത്രത്തിൽ കയറാൻ അനുവാദം ഇല്ലാണ്ടിരുന്നവര് ഇപ്പൊ തെയ്യം കെട്ടി ക്ഷേത്രത്തിൽ കയറുമ്പോൾ അന്ന് നാട് ഭരിച്ചിരുന്ന നാടുവാഴിയും നാട്ടുകാരും നട്ടല് വളച്ച് അവരെ തൊഴുതു വണങ്ങുന്നു. കാലം പോയ പോക്ക് അല്ലേ?